നിങ്ങൾക്കറിയില്ലേ എഡ്മണ്ട് ഹിലാരിയെ? ആരാ എഡ്മണ്ട് ഹിലാരി? എഡ്മണ്ട് ഹിലാരിയെ കേട്ടിട്ടില്ലേ? 1951 എഡ്മണ്ട് ഹിലാരി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ എവറസ്റ്റ് കീഴടക്കാൻ പോവുകയാണ്. 8848 മീറ്റർ 29,028 അടി ഉയരമുള്ള എവറസ്റ്റിന് മുകളിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. കൂടെ വരേണ്ടവർക്ക് വരാം. ലോകം കൂവി വിളിച്ചു. ഇന്നവരെ ചരിത്രത്തിൽ ഇന്നേവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 1951 വരെ ചിലർ കയറി എന്ന് പറയുന്നു, പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. ഡെഡ് ബോഡിയാണുള്ളത്. ലോകം ഒന്നടങ്കം പറഞ്ഞു, ഹിലാരി അരുത്, നിങ്ങൾ ഡെഡ് ബോഡി ആയിരിക്കും തിരിച്ചു വരിക. എഡ്മണ്ട് ഹിലാരി വിശ്വാസത്തിന് മേലിൽ കയറാൻ തുടങ്ങി 1951. പക്ഷേ സാധ്യമല്ല. കുറച്ചങ്ങ് കയറി. പ്രതികൂലമായ കാലാവസ്ഥ എഡ്മണ്ട് ഹിലാരിയെ പിന്തിരിപ്പിച്ച് നടത്തി. 1952 എഡ്മണ്ട് ഹിലാരി വീണ്ടും ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. വീണ്ടും ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകം എഡ്മണ്ട് ഹിലാരിയോട് പറഞ്ഞു, ഹിലാരി, പ്രപഞ്ചനാഥൻ നിങ്ങൾക്കൊരു അവസരം തന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. ഇനി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഡെഡ് ബോഡി ആയിരിക്കും തിരിച്ചു വരിക. അരുത്. എഡ്മണ്ട് ഹിലാരി ചെവി കൊടുത്തില്ല. എന്റെ മനസ്സ് എവറസ്റ്റിന് മുകളിൽ എത്തിയിട്ടുണ്ട്. 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റിന് മുകളിൽ എന്റെ മനസ്സെത്തിയിട്ടുണ്ട്. എങ്കിൽ എനിക്ക് എത്താൻ കഴിയും. പ്രപഞ്ചനാഥൻ എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കണം നമ്മള്. എഡ്മണ്ട് ഹിലാരി 1952 വീണ്ടും കയറ്റം ആരംഭിച്ചു. കൂട്ടുകാരോട് ഒരുമിച്ച്. വെറും മീറ്ററുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് എഡ്മണ്ട് ഹിലാരിക്കും സംഘത്തിനും മനസ്സിലായത്, വഴി തെറ്റിപ്പോയിട്ടുണ്ട്. മീറ്ററുകൾ മാത്രമാണ്, ജ്വാലകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പം എഡ്മണ്ട് ഹിലാരി ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. കടുത്ത പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഒരടി മുന്നോട്ട് വെക്കാൻ ഇനി കഴിയില്ല. വഴി തെറ്റിപ്പോയിട്ടുണ്ട്. പിന്തിരിഞ്ഞു നടന്നു. 1953 ചരിത്രം വഴിമാറുകയാണ്. കാലം നമ്മളെയാണ് കാത്തിരിക്കുന്നത്. മുന്നോട്ട് വരിക. റൈറ്റ് നൗ, സ്റ്റാർട്ട് നൗ. ഈ സമയം തുടങ്ങണം. നമ്മള് ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അരുത്, നമ്മോട് ചെയ്യുന്ന പാപമാണ്. സ്റ്റാർട്ട് നൗ, റൈറ്റ് നൗ. ഈ സമയം തുടങ്ങണം നമ്മൾ. 1953 എഡ്മണ്ട് ഹിലാരി സുഹൃത്തുക്കളും കയറ്റമാരും അതിനു മുന്നേ മറ്റൊന്നും സംഭവിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് എഡ്മണ്ട് ഹിലാരിക്കും സംഘത്തിനും ഒരു സ്വീകരണം നൽകി. എഡ്മണ്ട് ഹിലാരി 1955 പ്രയാണം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് സ്വീകരണം നൽകിയ സമയത്ത് എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. മറുപടി പ്രസംഗത്തിൽ എഡ്മണ്ട് ഹിലാരി എഴുന്നേറ്റ് നിന്ന നിമിഷം എഡ്മണ്ട് ഹിലാരിയുടെ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ അങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. അവരുടെ മുന്നിൽ ഒരു പിക്ചർ അങ്ങ് വന്നു. അത് എവറസ്റ്റിന്റെ പിക്ചറായിരുന്നു. എഡ്മണ്ട് ഹിലാരി ആ പിക്ചറിലേക്ക് നോക്കി പറഞ്ഞു, എവറസ്റ്റ്, നീയൊന്നറിയണം, എന്റെ മനസ്സ് നിന്നെ കീഴടക്കിയിട്ടുണ്ട്. നിന്റെ ഉയർച്ച കാണിച്ച് എന്നെ പേടിപ്പിക്കേണ്ടതില്ല. 8848 മീറ്ററാണ് നിന്റെ ഉയരമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സ് അവിടെ എത്തിയിട്ടുണ്ട്. നീ ഇനി വളരില്ല. പക്ഷെ എഡ്മണ്ട് ഹിലാരിയുടെ വളർച്ച മുരടിച്ചിട്ടില്ല. നിന്റെ വളർച്ച മുരടിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ കീഴടക്കും. നിന്നെ ഞാൻ എന്റെ കാൽ കീഴിട്ട് ഞെരിച്ചമർത്തിക്കളയും എന്ന് എഡ്മണ്ട് ഹിലാരി എന്ന് പറഞ്ഞ സമയത്ത് സദസ്സൊന്നടങ്കം കൈയടിച്ച് എഡ്മണ്ട് ഹിലാരിയെ പ്രോത്സാഹിപ്പിച്ചു. ഹാർഡ് വർക്ക്, കഠിന പ്രയത്നം. 1953 ചരിത്രം മാറ്റിയെഴുതുകയാണ്. കാലം എഡ്മണ്ട് ഹിലാരിക്കായിരുന്നു കാത്തിരുന്നത്. 1953 എഡ്മണ്ട് ഹിലാരിയും സംഘവും വളരെ വിജയകരമായിട്ട് എവറസ്റ്റ് കീഴടക്കി. എഡ്മണ്ട് ഹിലാരി കാലൊന്നങ്ങ് ഞെരിച്ചു കളഞ്ഞു. എവറസ്റ്റ് പിടപിടച്ചിട്ടുണ്ടാവണം. മനുഷ്യ സ്പർശം ആദ്യമായിട്ടാണ് ഏൽക്കുന്നത്. 4 ഭാഗത്ത് 4 കൊടിയങ്ങ് നാട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മനസ്സെത്തിയോ? അവിടെ നിങ്ങളുടെ ശരീരം എത്താനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്താൽ മതി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹാർഡ് വർക്ക് ഉണ്ടോ? എന്തുമേതും നമുക്ക് കീഴടക്കാം. അങ്ങനെ കഠിന പ്രയത്നം. നമ്മൾ ലക്ഷ്യം കണ്ടാൽ, സ്വപ്നം കണ്ടാൽ നിരന്തരമായിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. വിജയം ഉറപ്പാണ്. മറ്റൊന്ന് വേണ്ടത്, ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസിഷൻ എടുക്കണം.